GK കറൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 1 പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിൽ 75 മിനിറ്റ് നീണ്ട ബജറ്റ് അവതരണവുമായി നിർമ്മലാ സീതാരാമൻ നടന്നു കയറിയത് ഇന്ത്യയുടെ ചരിത്രത്തിലേക്കാണ്. സ്വതന്ത്ര ഭാരതത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് ഇനി നിർമ്മലയുടെ പേരിലാണ്. തുടർച്ചയായി 8 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ചാണ് നിർമ്മലാ സീതാരാമൻ്റെ ചരിത്ര നേട്ടം. 7 വട്ടം തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മലാ സീതാരാമൻ മറികടന്നത്. 2019 മുതൽ 7 സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് നിർമ്മലയുടെ അക്കൗണ്ടിലുള്ളത്. നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് റെക്കോർഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ബജറ്റ് വിശേഷങ്ങളാണ് ഇത്തവണ GK കറൻസ് ചർച്ച ചെയ്യുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ബജറ്റ് എന്നാൽ എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ഒരു പ്രത്യേക കാലയളവിൽ ചെലവഴിക്കേണ്ടതും തിരികെ ലഭിക്കേണ്ടതുമായ തുകയുടെ വിശദമായ കണക്കിനെയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലെ വരവ് ചെലവ് തുകയുടെ ഏകദേശ രൂപത്തെയോ ആണ് ആ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണ സഭകളിൽ നടത്തുന്ന വാർഷിക ധനകാര്യ പത്രികയാണിത്. ഒരു സാമ്പത്തിക വർഷത്തെ മുഴുവൻ വരവ് ചെലവ് കണക്കുകൾ മുതൽ ഗവൺമെൻറ് നയങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഫണ്ട് വകയിരുത്തൽ, രാജ്യത്തിൻ്റെ ശരിയായ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ബജറ്റിനുള്ളത്. ചെറിയ തുകൽ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നർത്ഥം വരുന്ന ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന പദം ഉത്ഭവിച്ചത്. ആദ്യകാലങ്ങളിൽ തന്നെ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിമാർ തങ്ങളുടെ ബജറ്റ് പ്രസംഗവും വരവ് ചെലവ് കണക്കുകൾ അടങ്ങിയ രേഖകളും ഒരു ബാഗിലാക്കിയാണ് പാർലമെൻറ്റിലെത്തിയത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റ് എന്ന വാക്ക് കാണാൻ സാധിക്കില്ല. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഭരണഘടനയിലെ അനുച്ഛേദം 112 ആണ്. ഈ വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഓരോ വർഷവും ഭാരത സർക്കാരിൻ്റെ ആ വർഷത്തെ വരവ് ചെലവ് അടങ്കൽ പത്രിക പാർലമെന്റിന്റെ ഇരുസഭകളിലും മുൻപാകെ വെക്കേണ്ടതാണ്. ബജറ്റിന് പകരമായി ആർട്ടിക്കിൾ 112 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വാർഷിക ധനവിവര പത്രിക എന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് സ്കോട്ടിഷ് വ്യവസായിയും സാമ്പത്തിക വിദഗ്ധനുമായ ജെയിംസ് വിൽസണാണ്. 1857 മഹത്തായ വിപ്ലവമുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം എന്ന നിലയിലാണ് വിൽസന്റെ സേവനം ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് ആദായ നികുതി നൽകണമെന്ന വിവാദമായ നയം ആദ്യമായി അവതരിപ്പിച്ചത് ജെയിംസ് വിൽസണാണ്. രാജ്യാന്തര പ്രസിദ്ധീകരണമായ ദ എക്കണോമിസ്റ്റിൻ്റെയും ചാർട്ടേഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സ്ഥാപകൻ കൂടിയാണ് ജെയിംസ് വിൽസൺ. 1947 നവംബർ 26 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയായിരുന്നു. 171.15 കോടി രൂപ വരവും 197.29 കോടി രൂപ ചെലവും കാണിക്കുന്ന കമ്മി ബജറ്റായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ബജറ്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രിയായിരുന്ന ഷൺമുഖം ചെട്ടിക്ക് ഒരു കേരള കണക്ഷൻ കൂടിയുണ്ട്. നമ്മുടെ കൊച്ചി രാജ്യത്തിൻ്റെ ദിവാനായിരുന്ന വ്യക്തിയായിരുന്നു ഷൺമുഖം ചെട്ടി. കൊച്ചിക്ക് അറബിക്കടലിൻ്റെ റാണി എന്ന വിശേഷണം സമ്മാനിച്ചതും ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ്. മലയാളിയായ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്നു ജോൺ മത്തായി. ജോൺ മത്തായി അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരണത്തിനുള്ള നിർദ്ദേശം വന്നതും പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതും. എന്നാൽ ആസൂത്രണ കമ്മീഷന് കൂടുതൽ അധികാരം നൽകിയതിൽ പ്രതിഷേധിച്ച് പിന്നീട് ജോൺ മത്തായി രാജിവെച്ചെന്നതും ചരിത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്ന മൊറാർജി ദേശായിയുടെ പേരിലാണ്. 2 ഇടക്കാല ബജറ്റ് അടക്കം 10 കേന്ദ്ര ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. P. ചിദംബരം 9 തവണയും പ്രണബ് മുഖർജി, യശ്വന്ത് സിൻഹ, നിർമ്മലാ സീതാരാമൻ എന്നിവർ 8 തവണയും മൻമോഹൻ സിംഗ് 6 തവണയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ബജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മലാ സീതാരാമൻ സ്വന്തമാക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ് തുടർച്ചയായ ബജറ്റുകളുടെ റെക്കോർഡ്. ഇന്ത്യയിൽ 2 ടേം ധനമന്ത്രിയായ ഏക വനിതയെന്ന നേട്ടവും നിർമ്മലാ സീതാരാമനുണ്ട്. ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി ആണെങ്കിലും പൂർണ്ണസമയ ധനമന്ത്രിയുടെ റോളിലെത്തുന്ന ആദ്യ വനിത നിർമ്മലയാണ്. 1969 കോൺഗ്രസിൻ്റെ പിളർപ്പിനെ തുടർന്ന് മൊറാർജി ദേശായി പുറത്തായപ്പോഴാണ് 1970 ബജറ്റ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണത്തിൻ്റെ റെക്കോർഡും
ഇപ്പോഴത്തെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പേരിലാണ്. 2021 2 മണിക്കൂർ 42 മിനിറ്റ് ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചാണ് നിർമ്മലാ സീതാരാമൻ ഈ നേട്ടം കുറിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് അവതരണത്തിൻ്റെ റെക്കോർഡ് ഹീരുഭായ് മുൾജിഭായ് പട്ടേലിൻ്റെ പേരിലാണ്. 1977 പട്ടേൽ നടത്തിയ പ്രസംഗത്തിൽ 800 വാക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വാക്കുകളുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണം 1991 മൻമോഹൻ സിംഗ് നടത്തിയതായിരുന്നു. 18,650 വാക്കുകളാണ് ആ ബജറ്റിലുണ്ടായിരുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അഥവാ LPG എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഈ ബജറ്റിലായിരുന്നു. ഓരോ ബജറ്റും ഓരോ പ്രത്യേകതകൾ നിറഞ്ഞതാവാറുണ്ട്. ഇനി ഇന്ത്യൻ ബജറ്റുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങൾ അറിയാം. 1973, 1974 ഇന്ദിരാഗാന്ധി സർക്കാരിലെ YB ചവാൻ അവതരിപ്പിച്ച ബജറ്റാണ് കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്നത്. അന്നുവരെ ഉള്ളതിൽ ഏറ്റവും കൂടിയ ധനക്കമ്മിയായ 550 കോടി രൂപ രേഖപ്പെടുത്തിയ ബജറ്റായിരുന്നു അത്. 1986 ഫെബ്രുവരി 28 ധനകാര്യമന്ത്രിയായിരുന്ന VP സിംഗ് അവതരിപ്പിച്ച ബജറ്റ് കാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രതിഫലത്തിൻ്റെയും ശിക്ഷയുടെയും സംയോജനം വാഗ്ദാനം ചെയ്ത ഈ ബജറ്റ് ലൈസൻസ് രാജിന് അറുതി വരുത്താനുള്ള ആദ്യപടിയായിരുന്നു. മോഡ് വാറ്റ് എന്ന പരിഷ്കരിച്ച മൂല്യവർദ്ധിത നികുതി അവതരിപ്പിച്ച ബജറ്റ് കൂടിയായിരുന്നു അത്. 1991 നരസിംഹറാവു മന്ത്രിസഭയിലെ ധനമന്ത്രി മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റ് ഇപ്പോക്കൽ ബജറ്റ് എന്നും 1997, 1998 P. ചിദംബരം അവതരിപ്പിച്ച ബജറ്റ് ഡ്രീം ബജറ്റ് എന്നും അറിയപ്പെടുന്നു. യശ്വന്ത് സിൻഹ 2000 അവതരിപ്പിച്ച ബജറ്റിനെ മില്ലേനിയം ബജറ്റ് എന്നും 2003 അവതരിപ്പിച്ച ബജറ്റിനെ റോൾ ബാക്ക് ബജറ്റ് എന്നും വിശേഷിപ്പിക്കുന്നു. 2021 ഫെബ്രുവരി 1 നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് വിശേഷിപ്പിക്കപ്പെട്ടത് വൺസ് ഇൻ എ സെഞ്ചുറി ബജറ്റ് എന്നായിരുന്നു. ബ്രിട്ടനിൽ ബജറ്റ് രേഖകൾ കൊണ്ടുവരുന്ന ഗ്ലാഡ്സ്റ്റൺ ബോക്സിനെ മാതൃകയാക്കി തുകൽപ്പെട്ടിയിൽ രേഖകൾ കൊണ്ടുവരുന്ന രീതിയായിരുന്നു ഇന്ത്യയിൽ മുമ്പുണ്ടായിരുന്നത്. ബജറ്റ് രേഖകൾ അടങ്ങുന്ന ലെതർ ബ്രീഫ് കേസിന് പകരം തുണിസഞ്ചിയുമായി പാർലമെൻറ്റിലെത്തിയ ആദ്യ ധനമന്ത്രി എന്ന ബഹുമതി നിർമ്മലാ സീതാരാമനുള്ളതാണ്. 2019 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞ സഞ്ചിയിലാണ് ബജറ്റ് രേഖകൾ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയുടെ ബജറ്റിനെ ഡിജിറ്റലാക്കിയതും നിർമ്മലാ സീതാരാമൻ വരുത്തിയ പരിഷ്കാരമാണ്. കടലാസ് നോക്കി വായിക്കുന്ന പതിവ് വിട്ട് ഇന്ത്യൻ നിർമ്മിത ടാബ്ലറ്റ് നോക്കിയാണ് നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം. ഇന്ത്യൻ ബജറ്റുമായി ബന്ധപ്പെട്ട് ഒരു മധുരപലഹാരവും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്: ഹൽവ. കേന്ദ്ര ബജറ്റിൻ്റെ രേഖകൾ തയ്യാറായി കഴിഞ്ഞ് അച്ചടി തുടങ്ങുന്നതിന് മുമ്പ് പാർലമെൻറ്റിലെ നോർത്ത് ബ്ലോക്കിൽ നടക്കുന്ന അനൗദ്യോഗിക ചടങ്ങാണ് ഹൽവ സെറമണി. എല്ലാ വർഷവും ബജറ്റ് തയ്യാറാക്കലിൻ്റെ ലോക്കിൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപ് നടത്തപ്പെടുന്ന ചടങ്ങാണിത്. ബജറ്റ് നിർമ്മാണ ചടങ്ങിൻ്റെ ഭാഗമായി വലിയ കടായിയിൽ തയ്യാറാക്കുന്ന ഹൽവ ധനമന്ത്രാലയത്തിലെ ജീവനക്കാർക്കും മറ്റും വിതരണം ചെയ്യുന്നു. കേന്ദ്ര ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട ദിവസം നിശ്ചയിക്കുന്നത് രാഷ്ട്രപതിയാണ്. 1999 വരെ കേന്ദ്ര ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത് ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസം വൈകിട്ട് 5-നായിരുന്നു. 1999 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ധനകാര്യമന്ത്രി യശ്വന്ത് സിൻഹയാണ് ബജറ്റ് അവതരണം രാവിലെ 11 മാറ്റിയത്. 2017 നരേന്ദ്രമോദി സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരണം ഫെബ്രുവരി 1 മാറ്റി. മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.